ആലപ്പുഴയിൽ നിന്ന് നട്രാജ് പരശുറാമുണ്ട്. നട്രാജ്, ആലപ്പുഴയിൽ എവിടെയാണുള്ളത്? അവിടെ ഇപ്പോഴും ആളുകൾ കാത്തു നിൽക്കുന്നത് കാണുമ്പോൾ വലിയ ഞെട്ടലുണ്ടാകുന്നു നട്രാജ്. കാരണം ഇപ്പോഴും തിരുവനന്തപുരം വിട്ടിട്ടില്ല. ആ മനുഷ്യരൊക്കെ അത്രയും സമയം, ഒരുപക്ഷെ പുലർച്ചെയാകും അവിടെ എത്താൻ. ആ മനുഷ്യർ അത്ര നേരം അവിടെ കാത്തിരിക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുകയാണ്. ശരിയാണ് സൈഫു. വളരെ വൈകി മാത്രമേ ആലപ്പുഴയിൽ വി എസിനെ കാണാൻ കാത്തിരിക്കുന്നവർക്ക് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കഴിയൂ. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്കുള്ള അവസാനത്തെ യാത്ര അത്രയധികം സമയമെടുത്ത്, വളരെ ദൈർഘ്യമെടുത്താണ് കടന്നു പോകുന്നത്. കൊല്ലം കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് എത്തുമ്പോഴും എന്തായാലും പുലർച്ചെയാകുമെന്ന കാര്യം ഉറപ്പാണ്. ഞാനിപ്പോൾ ഉള്ളത് വി എസിൻ്റെ ആലപ്പുഴ പറവൂരിലെ വേലിക്കകത്ത് വീട്ടിൽ തന്നെയാണ്. വി എസിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും കണ്ട, വി എസിൻ്റെ ജീവിതത്തിലെ തണലായി മാറിയ ഒരു പ്രധാനപ്പെട്ട സ്ഥലം വി എസിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടേക്ക് ഈ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ നിരവധി പേർ, നിരവധി പാർട്ടി പ്രവർത്തകർ, പൗരപ്രമുഖർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, അങ്ങനെ നിരവധി പേരാണ് വി എസിൻ്റെ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം ആശ്വാസം പറഞ്ഞും പരസ്പരം വി എസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടും അവർ ആ വലിയ നേതാവിനെ യാത്ര അയക്കാൻ തയ്യാറെടുക്കുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് അവസാനവട്ട ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടുള്ളതാണ്. അല്പസമയം മുമ്പ് വരെ മുതിർന്ന നേതാക്കൾ പലരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു നേതൃത്വത്തിലാണ് ഇവിടെ ക്രമീകരണങ്ങളൊക്കെ തന്നെ നടന്നത്. വലിയ രീതിയിൽ പ്രവർത്തകർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ കണ്ണേ കരളെ വി എസ് എ എന്ന് പല പ്രാവശ്യം വിളിക്കുന്നത് നമ്മൾ കേട്ടു. നിരവധി പേരാണ് പുറത്ത് അല്പസമയം മുമ്പ് വരെ കാത്തിരുന്നത്. വീട്ടിനകത്തേക്കും വീട്ടിലോട്ടുള്ള വഴിയിലോട്ടിലൊക്കെ തന്നെ നിരവധി പേർ നിൽക്കുന്നതും കാത്തു നിൽക്കുന്നതും കാണാം. റെഡ് വോളണ്ടിയർമാരൊക്കെ തന്നെയും ഇവിടെയുണ്ട്. ഇവരൊക്കെ തന്നെ അവരുടെ സമരനായകനെ, അവരുടെ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പക്ഷേ നേരത്തെ സൈഫു പറഞ്ഞതുപോലെ വളരെ പുലർച്ചെ സമയത്ത് മാത്രമേ ഇങ്ങോട്ട് വിലാപയാത്ര ഇവിടെ എത്താനുള്ള സാധ്യതയുള്ളൂ. എത്തിയ ഉടൻ തന്നെ വീട്ടിൽ പൊതുദർശനം തുടങ്ങും. രാവിലെ 9 മണിയോടുകൂടിയാണ് DC-യിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോവുക. 11 മണിവരെ അവിടെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. എന്തായാലും വൈകിട്ട് 4 മണിയോടുകൂടിയാണ് വലിയ ചുടുകാട്ട് സംസ്കാര ചടങ്ങിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ വി എസിൻ്റെ വീട്ടിലാണ്. ഈ വീട് നമുക്കറിയാവുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ബാല്യ കൗമാര കാലങ്ങളൊക്കെ തന്നെ കണ്ട വീടാണ്. ഏതാണ്ട് 54 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇവിടെ താമസം തുടങ്ങിയത്. തൻ്റെ ചെറുപ്പകാലത്ത് ജാതി വിവേചനമൊക്കെ നേരിട്ട് സ്കൂളിൽ തൻ്റെ അരഞ്ഞാണം ഊരി അടിച്ച സംഭവമൊക്കെ തന്നെ പലപ്പോഴും വി എസിനെ കുറിച്ചൊക്കെ തന്നെ അദ്ദേഹത്തെ പരിചയമുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ സംഭവങ്ങളൊക്കെ നടന്നത് സമീപത്തുള്ള സ്ഥലങ്ങളിലും സ്കൂളിലൊക്കെ തന്നെയാണ്. 2015 പ്രധാനപ്പെട്ട അന്നത്തെ സമ്മേളനം കഴിഞ്ഞ് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം കയറി വന്നതും ഈ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ ഈ വീട്ടിലെ വി എസിനെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയപരമായ കഥകളോ ഓർമ്മകളോ പറയാൻ എത്രയാണ് ബാക്കി എന്ന് പറഞ്ഞാലൊന്നും തന്നെ തീരുന്നതല്ല. നിരവധി നേതാക്കളും വി എസിൻ്റെ സഖാക്കളും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. എന്താണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ? അവസാനമായി അദ്ദേഹത്തെ കാണാൻ ഏറെ നേരമായി കാത്തു നിൽക്കുന്നത്. എന്താണ് 4 മണിയെങ്കിലും ആകുമെന്നാണ് കരുതുന്നത്? വി എസ് ഞങ്ങൾക്ക് ഇപ്പോഴും പഠിച്ചു തീരാൻ പറ്റാത്തൊരു പാഠപുസ്തകമാണ്. ഞങ്ങൾ ആലപ്പുഴയിൽ വി എസ് എപ്പോൾ വന്നാലും വന്ന് കാണുകയും ഞങ്ങളെയൊക്കെ ഈ പ്രസ്ഥാനത്തിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കാനും ചെറുപ്പക്കാരെന്നുള്ള രീതിയിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ഞങ്ങളിൽ വ്യതിയാനങ്ങൾ വന്നാൽ പോലും ഞങ്ങളെ വളരെ അധികം ശാസനയോടുകൂടി വാത്സല്യത്തോടുകൂടി ചേർത്ത് നിർത്താൻ കൂടുതൽ ഒന്നും പറയാനില്ല. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നഷ്ടം കേരള ജനതയ്ക്ക് നഷ്ടപ്പെട്ടതുപോലെ തന്നെ വളരെ ആലപ്പുഴക്കാർക്ക് പ്രിയപ്പെട്ട ഒരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒന്നും പറയാനില്ല. ഈ ആലപ്പുഴയ്ക്ക് ഒരു സ്വകാര്യ അഹങ്കാരമാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ മൊത്തം വി എസ് ആയിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആലപ്പുഴക്കാരൻ? ആലപ്പുഴക്കാർക്ക് ആലപ്പുഴയുടെ ഞങ്ങളുടെ ബാല്യം ഞങ്ങൾ കണ്ടുവരുന്നതും ഞങ്ങളിതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഊർജ്ജം തന്നിട്ടുള്ളതും ആലപ്പുഴക്കാർക്ക് വി എസ് എന്നുള്ള 2 അക്ഷരം തന്നെയാണ്. ആ അക്ഷരം ഒരിക്കലും മനസ്സിൽ നിന്നോ ഈ മണ്ണിൽ നിന്നോ ഈ ഭൂമുഖത്തു നിന്നോ ഒരിക്കലും വേർപെടില്ല. കണ്ണേ കരളെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലുള്ളിൽ നിന്ന് തന്നെ ഓരോ സഖാക്കളുടെയും ഞങ്ങളുടെ ഓർമ്മയാണ്. ഒരിക്കലും ആ ഓർമ്മ മായാതെ തന്നെ ആ തന്ന വീറും വാശിയും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച് തന്നെ ഈ പ്രസ്ഥാനത്തെ നയിക്കും. വി എസ് എന്നൊരു പോരാളിയെ എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത്?
എത്ര കാലത്തെ പരിചയം ഉണ്ടായിരുന്നു അദ്ദേഹം? VS എന്ന് ഒരാളെ ഓർത്തെടുക്കുക എന്ന് പറയുമ്പം എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വിവാഹം നടത്തി തന്നത് VS അച്യുതാനന്ദനാണ്. അന്ന് മുതൽ എൻ്റെ കുടുംബമായിട്ടുള്ള ബന്ധം ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. അത് VS പിന്നെ മുഖ്യമന്ത്രിയാവുന്നതിനും പ്രതിപക്ഷ നേതാവാകുന്നതിനും ഒക്കെ മുമ്പ് തന്നെ VS-ഉമായിട്ട് എൻ്റെ കുടുംബം എൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധം വെച്ച് ഇവിടെ വരികയും VS-ഉമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. പിന്നെ VS-ന് പകരം വെക്കാൻ വേറെ ആളില്ല, ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുമില്ല. 2019 അദ്ദേഹം അവസാനം ഇവിടെ വന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ സമയത്തൊക്കെ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നു? ആ സമയത്തൊക്കെ ഇൻട്രാക്ട് ചെയ്തിരുന്നു? അടുത്ത് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അവസാനം വന്നത്. അതുകൊണ്ട് ആ സമയത്ത് കൂടുതൽ അടുത്ത് ഇടപെടാൻ പറ്റിയിട്ടില്ല. സൈഫ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2019 പുന്നപ്ര വയലാർ സമരത്തിൻ്റെ സ്മരണം പുതുക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ എത്തിയത്. അദ്ദേഹം മുടക്കാത്ത 2 പതിവുകളാണ്. ഒന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതും മറ്റൊന്ന് ഓണത്തിന് ഓണസദ്യ കഴിക്കാൻ ഈ വീട്ടിൽ വരിക എന്നുള്ളതും. അത് 2019 വരെ അദ്ദേഹം മുടക്കിയില്ല. പക്ഷേ അതിനുശേഷം ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് ഇവിടെ വരാൻ കഴിയാതെ പോയി. പിന്നീട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മറ്റ് ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിന് വരാൻ കഴിയാതാവുകയും പിന്നീട് ഒടുവിൽ അന്ത്യയാത്രയായി അദ്ദേഹം ഒരു അവസാന വട്ടം തൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരികയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് ഇവിടെ കാണുന്നു. പുലർച്ചയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ എത്തുമ്പോൾ ഒരു ജനസഞ്ചയം തന്നെ ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. നിരവധി പ്രവർത്തകർ വീടിന് പുറത്തും കൂടി നിൽക്കുന്നുണ്ട്. നിരവധി പേർ അകത്തേക്ക് വരുന്നുണ്ട്. പലരും ദുഃഖം താങ്ങാനാവാത്ത നിലയിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും വേലിക്കകത്ത് വീട്ടിൽ അവസാനമായി ആ വലിയ മനുഷ്യനെ എത്തിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു നോക്കു കാണാൻ കേരളത്തിലെ മറ്റു ഭാഗങ്ങളിൽ നമ്മൾ കണ്ടു എന്ന പോലെ തന്നെ ഇവിടെയും വലിയ ഒരു ജനസഞ്ചയത്തെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തങ്ങളുടെ സ്വന്തം VS തങ്ങൾക്ക് തണലായി മാറിയിരുന്ന, തങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിലും വീട്ടുകാരനവരെ പോലെ സമീപിക്കാമായിരുന്ന ആ ഒരു വ്യക്തി ഇന്നില്ല എന്നുള്ള കാര്യം, എന്നുള്ള ഒരു യാഥാർത്ഥ്യം വളരെ ദുഃഖത്തോടു കൂടിയാണ് ഇവിടെയുള്ളവർ മനസ്സിലാക്കുന്നത്. ചില